ചോറിന് കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ മടിച്ചിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. ഇതിന്റെ പേര് പുളി പൊടിച്ചത്. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഇതിനെ പറയുക. ഇത് ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. രണ്ടും കാണിച്ചു തരാം കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെച്ച് കേരള. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും തരുന്നതിനോടൊപ്പം ഒരു ഹൈപ്പും കൂടി തരാൻ മറക്കല്ലേ. നമുക്ക് ആദ്യത്തെ മെത്തേഡ് കാണാം. ഒന്നോ രണ്ടോ പേർക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു 3-4 വറ്റൽമുളക് ഗ്യാസിന്റെ ഫ്ലെയിമിലോ കനലിലോ ചുട്ടെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണേ. അതിന്റെ കൂടെ തന്നെ ചതച്ചെടുത്ത ചെറിയുള്ളി ഒരു 4-5 എണ്ണം ചേർക്കാം. കുതിർത്ത് വെച്ച പുളി 2 ടീസ്പൂൺ ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നീട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ പച്ച വെളിച്ചെണ്ണയാണ്. ഒരു 1/4 കപ്പ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കൈ വെച്ച് തന്നെ ഇതൊക്കെ ഒന്ന് ഞെരടി യോജിപ്പിക്കാം. ഇനി കൂടുതൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുക. വേണമെങ്കിൽ ഉപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ രീതിയിലുള്ള പുളി പൊടിച്ചത് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. നമുക്ക് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 2 മുതൽ 3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചേർക്കുന്നതിന് മുന്നേ തീ ഒന്ന് ലോയിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 10-12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതൊരു 4 പേർക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. വറ്റൽമുളക് ചേർത്ത് ഒരു 8-10 സെക്കൻഡ് നേരം വഴറ്റാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 10-12 ചെറിയുള്ളിയാണ്. വലുപ്പ ചെറുപ്പങ്ങളൊക്കെ നോക്കിയെടുക്കണേ. ചെറിയുള്ളി കൂടെ ചേർത്ത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കാരമലൈസ് ആവുന്നത് വരെ, അത്രയും മാത്രം മതി. ഒരുപാട് ബ്രൗൺ ആക്കി എടുക്കൊന്നും വേണ്ട. ഇതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ചെറിയുള്ളിയും കാരമലൈസ് ആയിട്ടുണ്ട്. മുളകും ഒരു ചെറുതായിട്ടുള്ള ബ്രൗൺ നിറമായിട്ടുണ്ട്. അവിടെ ഇവിടെ കരിയാതെ ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാം സ്റ്റേജിൽ എത്തിയാൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും ചേർത്ത് കൊടുക്കാം. ഈ പുളിക്ക് നല്ല പുളിപ്പും ഉണ്ട്, നല്ല ഡാർക്ക് കളറും ഉണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും എരിവെല്ലാം നമ്മുടെ പാകത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം തരിതരിപ്പായിട്ട്. ഒന്നുമില്ല, 2 പൾസ് കൊടുത്താൽ മതി. ഇതാ കണ്ടോ, ഇതേപോലെ ആയി കിട്ടണം നമുക്ക്. ഇത്ര മതി. നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത ആ മിക്സ്ചർ പുളി പൊടിച്ചത് ഉണ്ടാക്കാനുള്ള ആ പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഒരു 1/2 കപ്പ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 പൾസ് കഴിയുമ്പോഴത്തേക്കും എല്ലാം അരഞ്ഞാലും പുളി ചിലപ്പോൾ അവിടെ ഇവിടെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് അലിയിച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ ഈ കറിക്ക് ഒരു തിക്നെസ് വന്ന് തുടങ്ങും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും കഞ്ഞിവെള്ളവും കൂടെ തന്നെ ഉപ്പും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മാക്സിമം പോകുന്നത് 3/4 ലിറ്റർ വെള്ളമാണ്. അതിൽ കൂടുതലായി പോയാൽ കറിയുടെ ടേസ്റ്റ് പോകും. ഒരു ഫൈനൽ ടച്ച് ആയിട്ട് 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി പുളി പൊടിച്ചത് ഇവിടെ റെഡിയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇത് ഉണ്ടാക്കുന്നുണ്ടാവും വീട്ടിൽ. നിങ്ങൾ ഇതിനെന്താ പേര് വിളിക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അതുകൂടാതെ ഇതിൽ ആദ്യത്തെ രീതിയാണോ രണ്ടാമത്തെ രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയും ടൈം എടുത്ത് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ലൈക്കും കമന്റും ഷെയറും മറക്കല്ലേ കേട്ടോ.